നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഞാൻ ആ പാട്ട് കേട്ടു. ആ സുഭദ്രയും അനുജിത്തുമാരും പാടുന്ന അതേ പാട്ട്. എന്നിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചോ നീ? ഇല്ലമ്മേ, അതൊരു കുട്ടികളുടെ ക്ലബ്ബായിരുന്നു. ഞാൻ ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആ പാട്ട് പാടിയ കുട്ടി പോയി കഴിഞ്ഞു. ആകെ നിരാശയായി എനിക്ക്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ തോന്നുന്നു, രാധ അവളുടെ അനുജത്തിമാരും ഈ ചുറ്റുവട്ടത്ത് എവിടെയോ തന്നെ ഉണ്ട്. ഞാൻ അവരുടെ അടുത്തെത്തി കഴിഞ്ഞു എന്റെ മനസ്സ് പറയുന്നു. അപ്പോ നമ്മുടെ കുഞ്ഞ്? അതെ അമ്മേ, അവനും ഈ പരിസരത്ത് എവിടെയോ അവർക്കൊപ്പം തന്നെ ഉണ്ട്. ഞാൻ ഏറെക്കുറെ അവരുടെ അടുത്തെത്തിയിട്ടുണ്ട്. അവനെ നമുക്ക് കിട്ടാൻ ഇനി അധികം താമസമില്ല. ഹലോ മേഘനാഥ, അവരെ ചീത്ത പറയണ്ട അങ്കിൾ. തെറ്റ് അങ്കിളുടെ ഭാഗത്താ. അങ്കിൾ, റോഡ് വാഹനങ്ങൾക്കുള്ളതാ, ഫോൺ ചെയ്ത് നടക്കാനുള്ളതല്ല. നമ്മൾ റോഡിന്റെ അരികു ചേർന്ന് വേണം നടക്കാൻ, മനസ്സിലായോ? മനസ്സിലായി മൈ ബോയ്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോ റോഡ് ഏതാ, റോഡിന്റെ സൈഡ് ഏതാന്ന് മറന്നുപോയി. അങ്ങനെ മറക്കാൻ പാടില്ല കേട്ടോ. ആരോടാ അങ്കിൾ സംസാരിച്ചോണ്ട് വന്നത്? എന്റെ അമ്മയോടാ. ഞാൻ എന്റെ മകനെ തെരഞ്ഞു നടക്കുകയായിരുന്നു. അതിന്റെ ഒരു ടെൻഷൻ. അതിനിടയിലെ എന്റെ അമ്മ വിളിച്ചത്. അത് ശരിയാ. അമ്മയോട് സംസാരിച്ച നമ്മുടെ ടെൻഷൻ കുറയും. പക്ഷെ ഇനിയും ഇതുപോലെ റോഡിൽ ഇറങ്ങി അമ്മയോട് സംസാരിക്കരുത് കേട്ടോ. കേട്ടു കേട്ടു. അല്ല, അങ്കിളുടെ മകൾ എങ്ങോട്ട് പോയതാ? എങ്ങനെയാ കാണാതായത്? എന്റെ മകൻ എവിടെ പോയതാണെന്നോ എവിടെയാണെന്നോ അറിയില്ല കുഞ്ഞെ. എത്ര കാലമായി ഞാൻ തിരഞ്ഞു നടക്കുന്നുണ്ടെന്നറിയാമോ? ഇതുവരെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു പ്രയോജനവും. അത് ശരിയാ. എന്നെ കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ എന്റെ അമ്മയുടെ വിഷമം എനിക്കറിയാം. അപ്പൊ മകനെ കാണാതെ അങ്കിളിനുണ്ടാവുന്ന വിഷമം എനിക്ക് മനസ്സിലാവും. ഏതായാലും അങ്കിള് വിഷമിക്കണ്ട കേട്ടോ. മോനെ എത്രയും വേഗം കിട്ടും അങ്കിളിന്. പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ മോനെ, പ്രാർത്ഥിച്ചോളാം. താങ്ക് യു സോ മച്ച്. സൂപ്പർ. എത്ര കാര്യബോധമുള്ള കുട്ടിയാണ്. എനിക്ക് പൊതുവെ കുട്ടികളെ പിടിക്കാറുള്ളതല്ലല്ലോ. പക്ഷെ ഇവനോട് എനിക്കെന്തോ വലിയൊരു ഇഷ്ടം തോന്നുന്നു. എന്റെ ലൈഫ് രക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല, അവനും ഞാനും തമ്മിൽ ഏതോ ഒരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ. ഏതോ ഒരു ജന്മത്തിൽ അവൻ എന്റെ മകനോ അനുജനോ അനന്തരവനോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം. അതോ ജന്മാന്തര ബന്ധം എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു ഫീൽ. അവൻ ആരായിരിക്കും? പേര് പോലും ചോദിച്ചില്ല. അവൻ ആരായിരിക്കും? അച്ചൂട്ടാ, മോനെ, അച്ചു, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, മോനെ, മോനെ, അച്ചു, അച്ചു, മോനെ, മോനെ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, മോനെ. എന്താ ചേച്ചി, എന്തു പറ്റി? അച്ചു എവിടെ? അവൻ സ്കൂളില്. സ്കൂളില്?
സ്കൂളിൽ പോയിട്ട് ആ റെയിൻബോ ക്ലബില്. എന്നിട്ട് അവൻ തിരിച്ചു വന്നോ? ഇല്ല, ഇതുവരെ തിരിച്ചു വന്നില്ല. ചേച്ചി, വലിയ എന്തിനാ അവളെ അടിക്കുന്നത്? അവളെ അടിക്കത്തേ ഉള്ളൂ. കൊല്ലാൻ പോകുന്നത് നിന്നെയാ. നിന്നോട് ആര് പറഞ്ഞു അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ? അല്ല ചേച്ചി, ക്ലബ്ബ് സ്കൂളിന് ചേർന്നുള്ളതല്ലേ? എത്രയോ തവണ നമ്മൾ തന്നെ അവൻ അവിടെ മുമ്പും കൊണ്ടുപോയിട്ടുണ്ട്. മുമ്പുള്ളതുപോലെ അല്ല ഇപ്പൊ. നമ്മളെ കൊല്ലാനും അവനെ തട്ടിക്കൊണ്ടു പോകാനും ഇപ്പൊ ഒരാള് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. കോട്ടക്കൽ മേഘനാഥൻ, അവന്റെ അച്ഛൻ. ഇപ്പൊ അയാള് കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മുടെ അച്ഛനെ. വല്യേച്ചി എന്തൊക്കെ കഥയായി പറയുന്നേ? അയാൾ എങ്ങനെ? കഥയല്ല, യാഥാർത്ഥ്യം. അയാൾ ചെന്നിരുന്നു ആ റെയിൻബോ ക്ലബില് നമ്മുടെ അച്ചൂട്ടനെ അന്വേഷിച്ച്. ക്ലബിലോ? അതെ, ക്ലബില്. നമ്മള് പാടുന്ന പാട്ട് കേട്ട് പഠിച്ച് അതാ അച്ചു അവിടെ പാടിയത്. അയാൾ അത് കേട്ട് തിരിച്ചറിഞ്ഞ് അവിടെ ചെന്നു. ആ കുട്ടി എവിടെ? സതീഷ് സാറ് പറഞ്ഞിട്ടാ ഞാനിതൊക്കെ അറിഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് അയാൾക്ക് അച്ചുവിനെ കിട്ടിയില്ല. പക്ഷേ വഴിയിൽ വെച്ച് അയാൾ എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്നുള്ളത് ഉറപ്പാ. അതാ വഴിനീളെ ഞാൻ അന്വേഷിച്ചിട്ടും അവനെ കാണാത്തതും അവൻ ഇതുവരെ വീട്ടിൽ തിരികെ വരാത്തതും. അവൻ പോയി. നമുക്കവനെ നഷ്ടപ്പെട്ടു. നമ്മുടെ അച്ചൂട്ടൻ പോയി. എനിക്ക് എന്റെ സുഭദ്രാമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ഞാൻ തോറ്റുപോയി. തോറ്റു. Dun, dun, dun. Dun, dun, dun. ഞാൻ എന്റെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി പറയൂ, പാട്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന് എന്താ എനിക്കുള്ള സമ്മാനം? ചോക്ലേറ്റ് ആണോ ചിക്കൻ ബിരിയാണിയാണോ? മോനെ അച്ചൂട്ടാ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നെ കാണാതെ ഈ അമ്മയുടെ നെഞ്ച് കലങ്ങിപ്പോയത് നീ അറിഞ്ഞോ? എന്റെ മോനെ നീ ഒരിടത്തും ഒറ്റയ്ക്ക് പോവരുത് കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.